വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ തണ്ണീർക്കൊമ്പനെ ലോറിയിൽ കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. താഴെയങ്ങാടിയിലെ വാഴയ്ക്കാത്തോട്ടത്തിൽ വെച്ച് ആനയ്ക്ക് 2 ഡോസ് മയക്കുവെടി വെച്ചു. 10 മണിക്കൂറിലേറെ മാനന്തവാടി നഗരത്തെ വിറപ്പിച്ച ആന ഇപ്പോൾ മയങ്ങത്തുടങ്ങി. കുങ്കിയാനകളെ ഉപയോഗിച്ച് കൊമ്പനെ ഉടൻ ലോറിയിലേക്ക് മാറ്റും. വിവരങ്ങൾ അനീസ് അലിയും ഫൈസലും നൽകും. ആദ്യം ഫൈസലിലേക്ക്. ഫൈസൽ, 2 ഡോസ് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞു തണ്ണീർ കൊമ്പനിലേക്ക്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ആന മയങ്ങി തുടങ്ങിയിട്ടുണ്ടോ? കുങ്കിയാനകൾ ഈ തണ്ണീർ കൊമ്പന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? അജി, ചില ആശങ്ക നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ 2 മയക്കുവെടി വെച്ചിരുന്നു. കാട്ടാൻ ഏകദേശം മയങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു പോയിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ കുറച്ചു മുമ്പ് ആന ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം പുറകോട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ആന നേരത്തെ നിലയുറപ്പിച്ചിരുന്ന സ്ഥാനത്തല്ല ഇപ്പോൾ ആനയുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശങ്ക ഇപ്പോൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പടക്കം പൊട്ടിച്ചുകൊണ്ട് ആനയെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഊർജിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കുങ്കി ആനകളും വനംവകുപ്പ് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി ആനയെ ലോറിയിലേക്ക് കയറ്റാൻ വേണ്ടി എല്ലാം തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആന ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറിയത് കൊണ്ട് തന്നെ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മയക്കുവെടി വെച്ചത് കൊണ്ട് തന്നെ ആനയുടെ നീക്കങ്ങൾ വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും പടക്കം പൊട്ടിച്ചുകൊണ്ട് ആന നീങ്ങിയ ഭാഗത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 2 JCB ഉപയോഗിച്ച് നമുക്കറിയാം, നേരത്തെ വാഴത്തോട്ടത്തിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള വഴിയെല്ലാം 2 JCB ഉപയോഗിച്ച് ക്ലിയർ ആക്കി, JCB ഉപയോഗിച്ച് വഴിയെല്ലാം റെഡിയാക്കി വന്നതായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ ആന മാറിയത് കൊണ്ട് ചെറിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ഈ വെളിച്ചം ഒരു വില്ലനായി നിൽക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? കാരണം വെളിച്ചം തീരെയില്ല എന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആനയുടെ നീക്കങ്ങളൊന്നും വനവകുപ്പിന് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അവിടെ? ഇരുട്ട് എന്തായാലും ഇപ്പോൾ വലിയൊരു വെല്ലുവിളി തന്നെയായി നിൽക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വെളിച്ചം സംവിധാനങ്ങളൊക്കെ പ്രദേശത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ആനയുടെ നീക്കം നിരീക്ഷിക്കുന്നതിൽ ഇപ്പോൾ ചെറിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഏറെ നേരം, മണിക്കൂറുകളോളം, നമുക്കറിയാം ഏകദേശം രാവിലെ 5:30 മണിക്ക് ഈ പ്രദേശത്തെത്തിയ കാട്ടാനയാണ് ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സമയം അധികം ദൂരം സഞ്ചരിക്കാതെ ഒരേ സ്ഥലത്ത് നിന്നിരുന്ന കാട്ടാന ഇപ്പോൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് സ്ഥാനം മാറിയത് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ 2 മയക്കുവെടി വെച്ചിരുന്നുവെങ്കിലും അത് എത്രത്തിൽ ആനയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാരണം നേരത്തെ ഒരു മൂവ്മെന്റ് ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഏറെ നേരം നിശ്ചയമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആനയുടെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാം കണ്ടത്. ഉച്ച മുതൽ തന്നെ ഏകദേശം ഈ വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന ഏറെ നേരം നിശ്ചലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മയക്കുവെടി വെച്ചിട്ടും ആന അനങ്ങുന്ന ഒരു സാഹചര്യമൊന്നും നമ്മൾ കണ്ടിരുന്നില്ല. രണ്ടാമത് മയക്കുവെടി വെച്ചപ്പോഴും ആനയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണങ്ങളൊന്നും ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആന തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത് ചെറിയ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും